ഈ അടുത്ത് ഏതോ ഒരു ജാഹില്, സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു അമുസ്ലിം സഹോദരന് കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു ചിത്രം വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ വിവരമില്ലാത്തവൻ അവരോട് പറഞ്ഞു കൊടുത്തത് നജാശി രാജാവ് അമുസ്ലിമായിരുന്നു, അദ്ദേഹത്തിന് നബി തങ്ങൾ നിസ്കരിച്ചു എന്നാണ്. അത് ശുദ്ധമായ കളമാണ്. നജാശി രാജാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൻ സാലിഹുൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ അടിമ എന്നാണ് പറഞ്ഞത് എന്നതും അദ്ദേഹം മുസ്ലിമായിരുന്നു എന്നതിൽ മുസ്ലിം ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. ആ നജാശി രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചത് ഒരിക്കലും മുസ്ലിം അല്ലാത്തവന് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് തെളിവാകില്ല. മുസ്ലിം അല്ലാത്തവന് മയ്യിത്ത് നിസ്കരിക്കുന്നത് പച്ച ഹറാമാണ് എന്നതിൽ ലോകത്ത് ഒരു ഇമാമിനും ഒരു പണ്ഡിതനും തർക്കമില്ല. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് ഒരു വിവരവുമില്ലാത്തവൻ വിവരമുള്ളവനായി രംഗത്ത് വന്ന് ആളുകളെ പിഴപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും തന്നെ ഈമാനില്ലാത്തവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ നിർവാഹമില്ല. ഈമാനുള്ളവർക്ക് മാത്രമേ മയ്യിത്ത് നിസ്കരിക്കാൻ നിർവാഹമുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഈമാനുള്ളവർക്ക് തന്നെ മയ്യിത്ത് നിസ്കരിക്കാതിരുന്നിട്ടുണ്ട്. അതെന്തേ? അത് ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത്. എന്റെ സഹോദരിമാർ മനസ്സിലാക്കണം, അതേപോലെ പുരുഷന്മാരും മനസ്സിലാക്കണം. ആത്മഹത്യ എന്ന് പറയുന്നത് അതികഠിനമായ ഒരു തെറ്റാണ്. ഒരു നിരപരാധിയായ ശരീരത്തെ കൊല്ലുകയാണ്. സ്വന്തം ശരീരത്തെ കൊല്ലുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. മറ്റൊരു ശരീരത്തെ കൊന്നവനാണെങ്കിൽ അവന് പിന്നീട് ഒരു തൗബക്കെങ്കിലും അവസരം ലഭിച്ചുകൂടാ എന്നില്ല. അതേപോലെ കൊല്ലപ്പെട്ടതിന് അവന് പ്രായശ്ചിത്തമായി നഷ്ടപരിഹാരം കൊടുത്തുകൂടാ എന്നില്ല. അല്ലെങ്കിൽ അവനെ ഗവൺമെന്റ് വിധിച്ചിട്ട് കൊന്ന് ആ കൊല മുഖേന അദ്ദേഹത്തിന് ശിക്ഷകളവ് കിട്ടിക്കൂടാ എന്നില്ല. എന്നാൽ അതൊന്നും സാധിക്കാത്ത വിധമുള്ള മരണമാണല്ലോ ആത്മഹത്യയിലൂടെയുള്ള മരണം. സ്വന്തത്തിൽ ശരീരത്തെ കൊന്നുകളയുന്ന ആത്മഹത്യ അത് അതിഗൗരവമായ തെറ്റാണ്. അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ അങ്ങനെ മരിക്കുന്നതെങ്കിൽ അവന് പിന്നെ ഈമാനില്ല, അവൻ ഈമാനില്ലാതെ ചത്തുപോയവനാണ്. അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളണം. ചില സ്ത്രീകൾ എന്തെങ്കിലും ഒന്ന് ഭർത്താവിനോട് പറഞ്ഞ് ദേഷ്യം പിടിച്ചാൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സണ്ട കൂടിയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാനസികമായ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം നടന്നാൽ അതോടുകൂടി എന്റെ ശരീരം ഞാനങ്ങ് നശിപ്പിച്ചാൽ എന്താണ് എന്ന് ചിന്തിക്കുന്ന വിവരം കെട്ട ചില സഹോദരിമാരുണ്ട്. അതേപോലെ ചിലപ്പോൾ അവർ ആ ഒരു സ്വന്തം ശരീരത്തെ കൊല്ലുന്നതിന്റെ പുറമെ യാതൊരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത ചെറിയ പിഞ്ചു മക്കളെയും കൂടി കൊന്നുകളയുന്ന ചില സ്ത്രീകളും ഉണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെ എന്താണ് സംഭവിക്കാനുള്ളത്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഒരാളുടെ മനസ്സിലും വന്നു പോകരുത് എന്ന് ഞാൻ ഉണർത്തുകയാണ്. പക്ഷേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം എത്ര വലിയ തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസം, അള്ളാഹു ഇല്ലെന്ന് പറയുകയോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനുണ്ടെന്ന് വിശ്വസിക്കുകയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം നിന്ദിക്കുകയോ ഖുർആനിനെ നിസ്സാരപ്പെടുത്തുകയോ അതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദാകുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഒരു നബിയും പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഒരു മലക്കും പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. പിന്നെ ഒരു വലിയ പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ അള്ളാഹു അല്ലാത്തതിനെ പടച്ചവനായി അംഗീകരിക്കുന്നവനും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോകുന്ന പല സംഗതികളും ഉണ്ട്. പള്ളിയെ നിസ്സാരപ്പെടുത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് സ്വീപ്പാക്കി ചിരിപ്പിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റാകും. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാര് പലതും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഒരാളൊരു വിഗ്രഹത്തിന്റെ അടുക്കൽ പോയി അതേ സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പണ്ഡിതന്മാര് വിധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായി പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്.